സ്വർണ്ണത്തിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ? അപ്പൊ കുറെ പേര് സ്വർണ്ണം ഗൾഫിൽ നിന്ന് കൊണ്ടുവരല്ലോ. അപ്പൊ അതിന്റെ എങ്ങനെയാണ് ടാക്സിന്റെ കാര്യങ്ങൾ? അതായത് നമ്മുടെ ഇന്ത്യയിലും ഗൾഫിലും 12% വരെ ഇത് വില കുറയും സ്വർണ്ണത്തിന്. അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടിയിലുള്ള വ്യത്യാസമാണ്. ഇനി അവിടെ താമസിക്കുന്ന ആൾക്ക്, 1 വർഷം വരെ താമസിക്കുന്ന ആൾക്ക് ടാക്സ് അടിച്ചിട്ട് 1 കിലോ വരെ സ്വർണ്ണം കൊണ്ടുവരാം. ഇനി ആണുങ്ങൾക്കാണെങ്കിൽ ടാക്സബിൾ അല്ലാണ്ട് ടാക്സബിൾ ആയിട്ട് കൊണ്ടുവരുന്നതാണ് 1 കിലോ. ഇനി ടാക്സ് അടയ്ക്കാണ്ട് കൊണ്ടുവരുന്നത് ആകെ 20 ഗ്രാം അല്ലെങ്കിൽ 50,000 രൂപയ്ക്കുള്ളതും പെണ്ണുങ്ങൾക്ക് 40 ഗ്രാമും 1 ലക്ഷം രൂപ വരെയുള്ളതാണ് കൊണ്ടുവരാം. പക്ഷേ ഇപ്പൊ 16 ഗ്രാമിന് വരെ 1 ലക്ഷം വരും. കാരണം ഇത് 2016 മുന്നൊക്കെ വന്നിട്ടുള്ള നിയമമാണ്. അപ്പൊ ഈ ഒരു റേറ്റിലല്ല ഇപ്പൊ വരുന്ന നിയമം. മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് 6 മാസം സ്റ്റേ ചെയ്താണെങ്കിൽ ഇതിൽ ടാക്സിന് കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഇനി നിങ്ങൾ ടാക്സ് അടച്ച് കൊണ്ടുവരികയാണെങ്കിൽ 38% വരെ ടാക്സ് അടച്ച് കൊണ്ടുവരും. ഇനി അവിടെയുള്ള സ്വർണ്ണം ഇവിടെയുള്ള സ്വർണ്ണം 916 ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വ്യത്യാസമൊന്നും വരില്ല. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ സെയിം എമൗണ്ട് കിട്ടും. ഇനി ക്യാഷ് ആണെങ്കിൽ മാത്രമേ 2% വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് സ്വർണം കൊണ്ടുവരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അണിഞ്ഞു വരുന്ന സ്വർണ്ണങ്ങൾ അധികം ചെക്ക് ചെയ്യില്ല. കാരണം ശരിക്കും ഫുള്ള് ചെക്ക് ചെയ്യണമെന്നാണ് നിയമം. പക്ഷെ അത്